إن الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ദുനിയാവിലെ ഏതൊരു വേർപാടിനും നമുക്ക് സങ്കടമുണ്ടാകാറുണ്ട്. ഒരു സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കി അധ്യാപകരെയും സുഹൃത്തുക്കളെയുമൊക്കെ വേർപിരിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ ഒരു പ്രയാസമുണ്ട്. താമസിച്ചിരുന്ന വീട് അത് വിൽക്കാൻ നിർബന്ധിതമാകുമ്പോൾ, ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികമായ പ്രയാസമുണ്ട്. നമ്മുടെ അടുത്ത ബന്ധുക്കളിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക ദുഃഖമുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ആദ്യം വാങ്ങിയ വാഹനം അത് മാറ്റി പുതിയ ഒരു വാഹനം മേടിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികമായ പ്രയാസമുണ്ട്. ദുനിയാവിലെ ഏത് വേർപാടിലും മനുഷ്യന് സങ്കടമുണ്ട്. എങ്കിൽ എല്ലാം വേർപ്പെടുത്തിക്കൊണ്ട്, എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ടുള്ള ഒരു വേർപാടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത്. ഇതെല്ലാം ഒന്നിച്ച് സംഭവിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, അങ്ങനെ ദുനിയാവിലെ നമ്മുടെ എല്ലാ സുഖസൗകര്യങ്ങളും
അതിനെയെല്ലാം വേർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് മരണത്തിലൂടെ. അതെപ്പോഴുമാകാം. സംസാരിച്ചു കൊണ്ടിരിക്കെ മരണം സംഭവിച്ചേക്കാം. ആ മരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചേക്കാം. നിസ്കാരത്തിൽ മരണം സംഭവിച്ചേക്കാം. ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണം സംഭവിച്ചേക്കാം. ഭാര്യയോടൊപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ചും അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കേണ്ടവരുമാണ് വിശ്വാസികൾ. മരണത്തിനപ്പുറം ബർസഖിലേക്ക് നമുക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. ആലമു ഷഹാദയിൽ നിന്നും ആലമുൽ ബർസഖിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ. എല്ലാം അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ്. ആലമുൽ ബർസഖിൽ നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അനുഭവിക്കാനുള്ള ഒന്നാണ് ബർസഖ് എന്ന് പറഞ്ഞാൽ. ഖബറിൽ വെച്ച ഒരാൾക്ക് മാത്രമല്ല ബർസഖിലെ രക്ഷയും ശിക്ഷയുമുള്ളത്. ഒരു ഫ്ലൈറ്റ് കത്തിച്ചാമ്പലായി അതിലെ ഒരാളുടെ ചാരം പോലും ലഭിച്ചിട്ടില്ല എങ്കിലും അതിലുള്ള മുഴുവൻ ആളുകളും ബർസഖ് ജീവിതത്തിലെ രക്ഷാശിക്ഷകൾ അനുഭവിക്കും. ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ അയാളുടെ ശരീരം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും ബർസഖ് ലോകത്തെ രക്ഷാശിക്ഷകൾ ആ മനുഷ്യനും അനുഭവിക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇദാ വഖഫ അലാ ഖബ്രിൻ, അദ്ദേഹം ഒരു ഖബറിനരികിലെത്തിയാൽ യബ്കി ഹത്താ യബുല്ല ലിഹ്യതഹ്, തൻ്റെ താടിരോമങ്ങൾ നനഞ്ഞ് കുതിരുമാറ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ഖബറിനരികിൽ നിന്നുകൊണ്ട് അദ്ദേഹം വല്ലാതെ പൊട്ടിക്കരയും. സ്വഹാബത്തിന്റെ ചോദ്യം, തദ്കുറുൽ ജന്നത വന്നാറ വലാ തബ്കി, ഉസ്മാൻ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോഴൊന്നും ഇങ്ങനെ താങ്കൾ കരയാറില്ലല്ലോ. വതബ്കി മിൻ ഹാദാ, എന്നാൽ ഖബറിനരികിലെത്തുമ്പോൾ താങ്കൾ വല്ലാതെ കരയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് പറഞ്ഞാൽ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു, അതിലാരെങ്കിലും വിജയിച്ചാൽ അതിനുശേഷമുള്ളതെല്ലാം അയാൾക്ക് എളുപ്പമായിരിക്കും. വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു, എന്നാൽ അതിലാരെങ്കിലും വിജയിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷമുള്ളതെല്ലാം അയാൾക്ക് വളരെ പ്രയാസകരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ ഒരു വാക്ക് കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തി, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിനേക്കാൾ പേടിപ്പെടുത്തുന്ന, ഖബറിനേക്കാൾ മോശമായ കാഴ്ചകളൊന്നും തന്നെ സ്വഹാബ ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകം കണ്ടിട്ടുണ്ട്, നരകത്തിലെ പല ശിക്ഷകളും കണ്ടിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ, ഖബറിനേക്കാൾ മോശമായ, ഖബറിനേക്കാൾ ഭീകരമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എത്രയായിരിക്കും ആ ഖബറിൻ്റെ ഭീകരത? എങ്ങനെ ആ ഭീകരത ഇല്ലാതിരിക്കും? കാരണം അത് ഏകാന്തതയുടെ വീടാണ്, ഇരുട്ടിനാൽ നിറക്കപ്പെട്ട വീടാണ്, പഴുതാരകളാൽ പുഴുക്കളാൽ നിറക്കപ്പെട്ട വീടാണ് ഖബർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ അത് കേവലം കുഴിയോ അത് കേവലം മണ്ണുകളോ മാത്രമല്ല. ഖബർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് സ്വർഗത്തിലെ ഒരു പൂന്തോട്ടമാണ്, ചില ആളുകൾക്ക് അത് നരകത്തിലെ ഒരു വലിയ കുഴിയാണ്.
ചില ആളുകൾക്ക് ആനന്ദത്തിൻ്റെ ഗേഹമാകുമ്പോൾ ചില ആളുകൾക്ക് ഖബർ പേടിയുടെയും പ്രയാസത്തിൻ്റെയും ഗേഹമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ഖബറൊന്ന് അണച്ചു പിടിക്കും. ഏത് ശരീരത്തെ ഖബറിലേക്ക് വെച്ചാലും ഖബറൊന്ന് ചേർത്ത് പിടിക്കും. അത് കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പണക്കാരനാണെങ്കിലും ആരാണെങ്കിലും ശരി, ഖബറിനൊരിടുക്കമുണ്ട്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹാദല്ലദീ തഹറക ലഹുൽ അർശ്. ഈ സ്വഹാബി മരണപ്പെട്ടപ്പോഴാണ് അല്ലാഹുവിൻ്റെ അർശ് കുലുങ്ങിയത്. അല്ലാഹുവിൻ്റെ സിംഹാസനം ഒന്ന് ചരിച്ചു. വഫുത്തിഹത് ലഹു അബ്വാബുസ് സമാ. അദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. വശഹിദഹു 70,000 മിനൽ മലായിക. മലക്കുകളിൽ നിന്ന് 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവർ അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരണത്തിന് സാക്ഷ്യം വഹിച്ചു. ആ സ്വഹാബിയെ ഖബറിലേക്ക് വെച്ചപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, ലഖദ് ളുമ്മ ളമ്മതൻ. ഖബർ അദ്ദേഹത്തെ ഒന്ന് ഇടുക്കിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ഒരു ആശ്വാസം, എളുപ്പം ഖബർ നൽകുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, ഇന്നലിൽ ഖബരി ലഗ്തൻ. സ്വഹാബ, ഖബറിനൊരിടുക്കമുണ്ട്. വാരിയല്ലുകൾ കൂടി പിണയുമാറ് ഖബർ എല്ലാവരെയും ഒന്ന് അണച്ചു പിടിക്കും. വലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ നജാ മിൻഹാ സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് അതിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പോലും ആ ഇടുക്കം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ആ ഇടുക്കം നമുക്കും വരാനുണ്ട്. ഖബറിലെ ആദ്യ രാത്രിയിലേക്ക് നമ്മളും പ്രവേശിക്കും. കല്യാണത്തിൻ്റെ ദിവസം പുതിയാപ്ലയെ അയാളുടെ കൂട്ടുകാർ ഒരുക്കുന്നത് പോലെ നമ്മുടെ മരണ ദിവസം നമ്മളെയും ആളുകൾ ഒരുക്കും. മരണം നടന്ന നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് ആളുകൾ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കും. കല്യാണത്തിൻ്റെ ദിവസം പുതിയ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ആളുകൾ നമ്മെ യാത്രയച്ചതുപോലെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മയ്യത്തിനെയും ആളുകൾ ഒരുക്കും. കല്യാണ ദിവസം നമ്മുടെ വസ്ത്രത്തിൽ സുഗന്ധം പുരട്ടിയതുപോലെ നമ്മുടെ കഫം പുടവയിൽ അവർ സുഗന്ധം പുരട്ടും. കല്യാണത്തിൻ്റെ ആളുകൾ ഇറങ്ങാനായില്ലേ, സമയമായില്ലേ, ആളുകൾ ഇങ്ങനെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലത്തെ ചില ചോദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ മരണത്തിൻ്റെ അന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. കല്യാണ ദിവസം ആളുകൾ നമ്മെ അനുഗമിച്ചതുപോലെ നമ്മുടെ മയ്യത്തിനെയും ആളുകൾ അനുഗമിക്കും. ആദ്യ രാത്രിയിൽ നമ്മുടെ മണിയറയിൽ നമ്മുടെ ഇണയായിരുന്നു നമുക്ക് കൂട്ടിനെയെങ്കിൽ, ഖബറിൽ നമുക്ക് കൂട്ടിനായിട്ടുള്ളത്, ഖബറിലെ ആദ്യ രാത്രിയിൽ നമ്മെ കാത്തിരിക്കുന്നത് പഴുതാരകളും വിഷം ചീറ്റുന്ന പാമ്പുകളും അതുപോലത്തെ മറ്റു ജീവജാലങ്ങളുമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ഖുൽമതൻ അലാ അഹ്ലിഹാ. തീർച്ചയായും ഈ ഖബറുകൾ അതിൻ്റെ ആളുകളുടെ മേൽ ഇരുട്ടിനാൽ നിറക്കപ്പെട്ടിരിക്കുകയാകുന്നു. അതിശക്തമായ ഇരുട്ടുകൊണ്ട് ഖബർ നിറഞ്ഞിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഇരുട്ടുള്ള ഖബറിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുമായിരുന്നു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. സ്വഹാബ, ഖബർ ശിക്ഷയിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണേ. ഖബറിൻ്റെ ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന്
ഖബറിലെ ശക്തമായ ശിക്ഷകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ധാരാളമായി ആ ഖബറിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വെളിച്ചം കൊണ്ട്, നമ്മുടെ ഖബറുകൾ വെളിച്ചം കൊണ്ട് നിറക്കുകയും ഏറ്റവും സുന്ദരമായ രൂപത്തിൽ നമ്മുടെ ഖബറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ചു അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയ ഒരു വിഷയമുണ്ട്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹ്. യഅലമു, നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, തീർച്ചയായും ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറഞ്ഞാൽ ലഅബുൻ വലഹുൻ, അത് തമാശകൾ, കളിതമാശകളും വിനോദങ്ങളും മാത്രമാകുന്നു. ലഅബ് എന്ന് പറഞ്ഞാൽ അത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ശരീരത്തിന് സുഖം ലഭിക്കുന്ന കളികളാണ്, വിനോദങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശം. ലഹു എന്ന് പറഞ്ഞാൽ അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിന് ആനന്ദം ലഭിക്കുന്ന, സുഖം ലഭിക്കുന്ന വിനോദങ്ങൾക്കാണ് ലഹു എന്ന് പറയുക. മാനസികമായ ആസ്വാദനങ്ങൾക്കോ ആനന്ദങ്ങൾക്കോ ഇസ്ലാം ഒരിക്കലും എതിരല്ല. പക്ഷേ ആ ലഅബിൻ്റെയും ലഹുവിൻ്റെയും ഇടയിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത് എന്ന് മാത്രം. നമ്മുടെ കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്താൽ ആദ്യ ദിവസം അവൻ അന്ന് മുഴുവൻ അതിലായിരിക്കും. നമ്മൾ പറയും കളിച്ചോ, പൂതി തീരുവോളം കളിച്ചോ, എന്നാൽ മോനെ നിസ്കാരത്തിൻ്റെ സമയത്ത് നീ കളി നിർത്തണം, നിസ്കരിക്കണം. ചോറ് തിന്നേണ്ട സമയത്ത് നീ ചോറ് തിന്നണം. പഠിക്കേണ്ട സമയത്ത് നീ പഠിക്കണം. ബാക്കിയുള്ള സമയത്തെല്ലാം നീ കളിച്ചോ. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് ദുനിയാവിൽ നമുക്ക് ആസ്വാദനങ്ങൾ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് ദുനിയാവ് നേടാം. ദുനിയാവിലെ ബിസിനസ്സാകാം, ദുനിയാവിലെ കച്ചവടമാകാം, മറ്റു ഇടപാടുകളെല്ലാം നമുക്കാകാം. അതിനിടയിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. എത്ര തിരക്കിലായാലും ശരി, 5 വഖ്ത് നമസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് നമ്മുടെ ഒരു ദിവസത്തിൽ സമയം കിട്ടാതെ പോകരുത്. നമ്മുടെ ദുനിയാവിൻ്റെ തിരക്കുകൾക്കിടയിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലുവാനുള്ള അദ്കാറുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പലപ്പോഴും നമ്മളൊക്കെ ഒരു സമാധാനത്തിലാണ്. ഞാൻ ഓക്കെയാണ്, ഷുഗറൊക്കെ നോർമലാണ്, പ്രഷർ നോർമലാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തപ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു കാലം എനിക്ക് ലഭിക്കും എന്നൊരു സമാധാനത്തിലാണ്. അടുത്ത മരണവാർത്ത കേട്ടയാൾ, അയാൾക്ക് ഹൃദയത്തിന് വലിയ പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ, അയാൾ ഇത്രയും കാലം രോഗിയായി കിടന്നത് കൊണ്ടാണല്ലോ, എന്നാൽ എനിക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഈ അടുത്തൊന്നും എൻ്റെ മരണം ഉണ്ടാവുകയില്ല എന്ന ഒരു സമാധാനത്തിലാണ് നമ്മൾ. മഹാനായ ഒരു കവി സുഹൈർ ഇബ്നു അബി സുലമ, അദ്ദേഹം പാടിയ ഒരു കവിതയിൽ കാണാം, റഅയ്തുൽ മനായ ഖബ്ത അശ്വാ, ഞാൻ മരണത്തെ കണ്ടു, അത് കണ്ണ് കാണാതെ രാത്രിയിൽ നടക്കുന്ന ഒട്ടകത്തെ പോലെയാണ്. കണ്ണ് കാണാതെ നടക്കുന്ന ഒട്ടകം അതെവിടെയാണ് ചവിട്ടുക, ആരുടെ മുകളിലാണ് ചവിട്ടുക, ഒന്നും അതിനറിയില്ല. മൻ തുസിബു തുമിതുഹു, ആ ചവിട്ട് കിട്ടിയവൻ മരണപ്പെടും. വമൻ തുഖ്തിഉ യുഅമ്മർ ഫയഹ്റമു, അതിൽ നിന്ന് രക്ഷപ്പെട്ടവൻ അവൻ വീണ്ടും ധാരാളം വർഷം ജീവിക്കും. മരണമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒരു ക്രമമോ അതിന് പ്രത്യേക യുക്തിയോ ഇല്ലാതെ കണ്ണില്ലാത്ത ഒട്ടകത്തെ പോലെ ആരിലും എപ്പോഴും അത് വന്ന് പതിച്ചേക്കാം. പക്ഷേ നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ ഉണ്ട് എന്നാണ്. ഞാനൊന്നും മരിക്കാനായിട്ടില്ലല്ലോ,
ചെറിയ പ്രായമായിട്ടല്ലോ ഉള്ളു, നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഇനിയും ഒരുപാടുണ്ട് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇളാഅത്താനി, രണ്ട് കാര്യങ്ങളാണ്. ഹുമാ അസ്ലു കുല്ലി ഇളാഅത്തിൻ, ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അവൻ്റെ മറ്റെല്ലാ നഷ്ടങ്ങളിലും അടിസ്ഥാനപരമായിട്ടുള്ളത്. ഒന്ന് ഇളാഅത്തുൽ ഖൽബി, ഹൃദയം അതിൻ്റെ നഷ്ടമാണ്, ഹൃദയം അത് നഷ്ടത്തിലാകുന്നതാണ്. വ ഇളാഅത്തുൽ വഖ്തി, രണ്ട് സമയം പാഴാക്കലാണ്. വ ഇളാഅത്തുൽ വഖ്തി മിൻ തൂലിൽ അമൽ, സമയം പാഴായി പോകുന്നത് എന്തുകൊണ്ടാണ്? ധാരാളം വർഷം, ഒരുപാട് കാലം ഇനിയും ജീവിക്കുമെന്ന പ്രതീക്ഷ കൊണ്ടാണ്. നാളെ നന്നാവാം, 2 ദിവസം കഴിഞ്ഞ് നന്നാവാം, ഈ ജോലി കഴിഞ്ഞ് നന്നാവാം, ആ രൂപത്തിൽ ഇനിയും ഞാൻ ഒരുപാട് ജീവിക്കുമെന്ന പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് മനുഷ്യൻ അവൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ക്ഷണികമായ ഈ ജീവിതത്തെയാണ്. നിങ്ങളുടെ ഓട്ടം കാണുമ്പോൾ, നിങ്ങളുടെ ടെൻഷനുകൾ കാണുമ്പോൾ, നിങ്ങളുടെ പരക്കം പായലുകൾ കാണുമ്പോൾ എല്ലാം മനസ്സിലാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ക്ഷണികമായ ഈ ജീവിതത്തെയാണ്. വതദറൂനൽ ആഖിറ, അനന്തമായ അനശ്വരമായ പരലോകത്തെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മരണം ഉറപ്പാണ്. റൂഹ് നമ്മിൽ ഊതിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മരണം ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ കുതിറിയോടുവാനോ ഒരാൾക്കും സാധിക്കുകയില്ല. പക്ഷേ സന്തോഷത്തോടുകൂടി അതിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എങ്കിലും സന്തോഷത്തോടുകൂടി അതിലേക്ക് കിടന്നു കൊടുക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും. രാത്രി കിടക്കുമ്പോൾ ഒന്നിങ്ങനെ ചിന്തിച്ചാൽ മതി, ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. അപ്പം നമ്മളെ മനസ്സിങ്ങനെ നമ്മളോട് പറയും, ഇന്ന് മരണപ്പെടാൻ പറ്റില്ല, ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്, ഇന്നിന്ന പോരായ്മകളൊക്കെ ജീവിതത്തിലുണ്ട്, ഇന്നിന്ന ആളുകളോടെല്ലാം ബന്ധം വിച്ഛേദിച്ച് അകന്നു നിൽക്കുന്ന സമയമാണ്, ഈ സമയത്ത് മരണപ്പെടാൻ പാടില്ല. പ്രിയമുള്ളവരെ, അകന്നു നിൽക്കുന്ന ബന്ധങ്ങളുണ്ട് എങ്കിൽ അത് വിളക്കി ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ആ ഹൃദയത്തെ കറുപ്പിച്ച് കളയുന്ന തിന്മകളുണ്ട് എങ്കിൽ അതെല്ലാം പറിച്ചു കളഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിങ്ങനെ പറയും, ഒക്കെ ശരിയാണ്, ഒക്കെ ശരിയാക്കാം, നാളെ ആകട്ടെ, ഇന്നിപ്പോൾ എന്തായാലും മരിക്കൂലല്ലോ, ഇന്നൊരു ദിവസം കൊണ്ട് എന്തായാലും ഞാൻ മരിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നാളെ ഒക്കെ നിർത്താം എന്ന രൂപത്തിൽ നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ എത്ര ആളുകളുടെ ഖബറുകളാണ് അവിടെയുള്ളത്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, ശരീരത്തിനൊരു പ്രശ്നവുമില്ലാതിരുന്ന എത്ര ആളുകളുടെ മരണവാർത്തയാണ് ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം നാളെ നാളെ എന്ന് കരുതിയിരുന്നവരാണ്. എന്നാൽ ആ നാളെ അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മരണവും ആ രൂപത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമൂ, പിന്നീട് അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, മരണസമയത്ത് അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും, ഇനി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ആ സ്വർഗമുണ്ടല്ലോ, അതുകൊണ്ടിതാ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് ആ മലക്കുകൾ പറയുമെന്നാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു മരണം നമുക്ക് വേണമെങ്കിൽ അതിനായി ഒരുങ്ങാൻ കഴിയണം, അതിനായി ആലോചിക്കുവാൻ സാധിക്കണം. ഇടയ്ക്കിടെ മനസ്സിനോടൊന്ന് ചോദിക്കണം, ഇന്ന് മരണപ്പെട്ടാൽ, ഇന്നത്തെ ദിവസമാണ് എൻ്റെ മരണമെങ്കിൽ
ഇന്ന് രാത്രിയാണ് എൻ്റെ ഖബറിലെ ആദ്യ രാത്രിയെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് മനസ്സിനോട് ഇങ്ങനെ പറയുമ്പോൾ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ സംഭവിച്ചു പോയ പല പോരായ്മകളെക്കുറിച്ചും പല തോന്നിവാസങ്ങളെക്കുറിച്ചും പുഴുക്കുത്തരിക്കുന്ന ചില ചരിത്രങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മുടെ മനസ്സിങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ ജീവിതത്തിലെ ഇന്നിന്ന കാര്യങ്ങൾ ഇതുമായിട്ടാണ് നീ മരണത്തെ കണ്ടുമുട്ടുന്നത് എങ്കിൽ നാളെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ നിനക്ക് വലിയ പ്രയാസങ്ങളാണ് വരാനുള്ളത് എന്ന് മനസ്സ് പറയുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അതെല്ലാം ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ, ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ കൊണ്ടടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ മരണത്തെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വർഗീയ ലോകമെന്ന പോലെ നമ്മുടെ ഖബറിനെ ഒരുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിലുള്ള മരണം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മരണത്തിനപ്പുറമുള്ള ഖബർ ലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ വിരികൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഖബറിൽ പുതുമണവാടൽ കിടന്നുറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണമേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين.